ഇടയന്റെ സ്വരം തിരിച്ചറിയുമ്പോഴാണ് ആടുകൾ ഇടയനെ അനുഗമിക്കുന്നത്. ഇടയന്റെ സ്വരം തിരിച്ചറിയുന്നില്ല എങ്കിൽ ആടുകൾ ഒരിക്കലും ഇടയനെ അനുഗമിക്കുകയില്ല. അപരിചിതമായൊരു സ്വരത്തെ ഒരു ഇടവക ജനവും അനുഗമിക്കുകയില്ല. അപരിചിതമായ സ്വരത്തിൽ നിന്ന്, ഇടയന്റെ സ്വരത്തിൽ നിന്ന് ആടുകൾ ഓടിപ്പോകും. എന്താണ് കർത്താവ് ഉദ്ദേശിച്ചത്? ഇടയന്റെ സ്വരം ആടുകൾക്ക് സുപരിചിതമാകണം. സുപരിചിതമല്ല എങ്കിൽ ആടുകൾ ഇടയനിൽ നിന്നും അകന്നു പോകും. സാധാരണ രീതിയിൽ ഇടയനെ അനുഗമിക്കുന്നവയാണ് ആടുകൾ. മറ്റു മൃഗങ്ങളെക്കാൾ ഉപരിയായി ആടുകൾക്ക് ഇടയന്റെ സഹായം ആവശ്യമാണ്. കാരണം ആടുകൾ താഴേക്ക് നോക്കി നടക്കുന്ന ജന്തുക്കളാണ്. ഒട്ടുമിക്കവാറും എല്ലാ ജന്തുക്കളും താഴേക്ക് നോക്കി നടക്കുന്നവയാണ്. പക്ഷെ അവയ്ക്ക് തല ഉയർത്തി നോക്കാൻ സാധിക്കും. എന്നാൽ ആടുകൾക്ക് 6 അടിക്കപ്പുറത്തേക്ക് തല ഉയർത്തി നോക്കാനാവില്ല. 6 അടിക്ക് അപ്പുറത്ത് വെള്ളമുണ്ടെങ്കിൽ അവയ്ക്ക് കാണാൻ സാധിക്കില്ല. 6 അടിക്ക് അപ്പുറത്ത് ഒരു വന്യമൃഗം ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവയ്ക്ക് കാണാൻ സാധിക്കില്ല. 6 അടിക്ക് അപ്പുറത്താണ് പുല്ലുള്ളതെങ്കിൽ അവയ്ക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇടയന് ആടുകൾക്ക് വലിയ സേവനം ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് ആടുകളുടെ ജീവിതം ഇടയന്റെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നത്. പകല് മുഴുവൻ ഈ ആടുകൾക്ക് പുല്ല് കാണിച്ചു കൊടുക്കുന്നത് ഈ ഇടയനാണ്. അവയ്ക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ശബ്ദമുണ്ടാക്കും, ഇതിവിടെ പുല്ലുണ്ടെന്ന് പറയും. പകല് വെള്ളം കാണിച്ചു കൊടുക്കുന്നത് ഈ ഇടയനാണ്, ഇവിടെ വെള്ളമുണ്ട്. രാത്രി ഈ ആടുകൾക്ക് കാവലായി അവരുടെ തൊഴുത്തിൻമുറ്റത്ത് കാവലിരിക്കുന്നത് ഈ ഇടയനാണ്. വന്യമൃഗങ്ങൾ വരുമ്പോൾ മുന്നറിയിപ്പ് കൊടുക്കുന്നത് ഈ ഇടയന്റെ സ്വരമാണ്. ഏതെങ്കിലും ആടിന് പരിക്കേറ്റാൽ ആ ആടിനെ തോളിലേറ്റി താരാട്ട് പാടി തൊഴുത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഇടയനാണ്. അതുകൊണ്ടാണ് ഈ ഇടയന്റെ സ്വരം ആടുകൾക്ക് പരിചിതമാകുന്നത്. പുല്ല് കാണിച്ചു കൊടുക്കുന്ന സ്വരം, വെള്ളം കാണിച്ചു കൊടുക്കുന്ന സ്വരം, അപകടങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കുന്ന സ്വരം, താനാട്ട് പാടുന്ന സ്വരം. ഈ സ്വരത്തെ എങ്ങനെയാണ് ആടുകൾ അവഗണിക്കുക? ഈ സ്വരം എപ്പോൾ കേട്ടാലും ആടുകൾ ഇറങ്ങും. ഇത് കർത്താവ് ഒരു ഉപമയായിട്ടാണ് പറഞ്ഞത്. എന്താണ് കർത്താവ് ഉദ്ദേശിച്ചത്? ഇടയന്മാരുടെ സ്വരം ഇതുപോലെ ജനങ്ങൾക്ക് പരിചിതമായിരിക്കണം. പ്രിയ